ശരിക്കും ഹോമിയോപ്പതി സ്ലോ ആണ്. പണ്ട് മുതലേ നമ്മളൊരു കേൾക്കുന്ന കാര്യമുണ്ട്. ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുമ്പോൾ പെട്ടെന്നൊന്നും അസുഖം ഭേദാവില്ല. ഈവൻ ഭേദാവുമ്പോൾ തന്നെ അത് പരമാവധി രോഗം മൂർച്ഛിച്ചതിന് ശേഷം മാത്രം ഈ അസുഖങ്ങൾ കുറയാ. അതായത് മെഡിസിൻ കഴിക്കുന്ന ആള് പരമാവധി സഫർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് അസുഖം ഭേദാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. മുതിർന്ന ആൾക്കാർക്കൊന്നും ഇത് കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് അല്ലെ. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഏത് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുമ്പോഴും നമ്മൾക്ക് അതിനെ കൊണ്ട് ക്യൂർ കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ടോട്ടൽ ക്യൂർ കിട്ടുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം നല്ലത് തന്നെയാണ്. അത് ഹോമിയോപ്പതി ആയിക്കോട്ടെ, നാച്ചുറോപ്പതി ആയിക്കോട്ടെ, ആയുർവേദ ആയിക്കോട്ടെ, ഏത് സിസ്റ്റം ആണെങ്കിലും നമ്മൾക്ക് ഇംപ്രൂവ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് അസുഖം ഭേദമായിട്ട് നമ്മൾ ഹെൽത്തി കണ്ടീഷനിൽ എത്തുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം നല്ലത് തന്നെയാണ്. അത് എത്ര കുറ്റം പറഞ്ഞാലും അത് നല്ലത് തന്നെയാണ്. പനി, ചുമ, പകർച്ചവ്യാധികൾ തുടങ്ങിയ അക്യൂട്ട് ഡിസീസസ് ഒക്കെ നമ്മൾക്ക് മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ടോ ഹോമിയോപ്പതി മെഡിസിൻ വെച്ചിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ ക്രോണിക് ഡിസീസസ്, അതായത് കാലപ്പഴക്കമുള്ള ഡിസീസസ്, അതിന്റെ കാലപ്പഴക്കത്തിനനുസരിച്ചിട്ട് ഒരു ടൈം എടുക്കും. എന്നാലും കംപ്ലീറ്റ് ക്യൂർ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് നമുക്ക് പോസിബിൾ ആണ്. പിന്നെ ഈ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് അനുഭവിക്കും. ഈ സിംറ്റംസ് ഒക്കെ ഭയങ്കര വേഴ്സ്റ്റ് കണ്ടീഷൻ ആയതിനു ശേഷം മാത്രമാണ് ക്യൂർ ലഭിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഹോമിയോപ്പതി സിസ്റ്റത്തിന്റെ കാര്യത്തില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ക്യൂറും പോസിബിൾ ആണ്, സൈഡ് എഫക്റ്റും യാതൊരു തരത്തിലുള്ള എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ഏത് കംപ്ലൈന്റ് ആണെങ്കിലും, അതായത് കുട്ടികളുടെ കംപ്ലൈന്റ് ആണെങ്കിലും മുതിർന്നവരുടെ കംപ്ലൈന്റ് ആണെങ്കിലൊക്കെ നമ്മൾക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് പ്രിഫർ ചെയ്യാവുന്നതാണ്.